ആയിരുന്നു ലണ്ടനിൽ. ഞാനൊന്ന് ഇസ്ലാം കുളം തോണ്ടിയ രാജ്യങ്ങൾ ഒന്ന് കാണാൻ വേണ്ടി പോയതാണ്, ലണ്ടൻ വരെ. അല്ല, അതിനു മുമ്പ് നമുക്ക് നിങ്ങളവിടെ പോയി തോറ്റു തുന്നമ്പാടി തോറ്റു തുന്നമ്പാടി വന്നിരിക്കുന്നു നിന്റെ മോൻ. നമ്മുടെ രണ്ടുപേരുടെ വെച്ച് ട്രോളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ ഒടുവിലുണ്ണി കൃഷ്ണനായിട്ട്, നിങ്ങൾ മറ്റേ ജഗതിയായിട്ട്. അശോകൻ അല്പം ക്ഷീണമാവാം, പോരാട്ടമായിരുന്നു. നിങ്ങളെ പാകിസ്ഥാനി പച്ചകൾ എടുത്ത് ഉടുത്തു. അതെ അതെ, തേച്ചു. നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയത്തില്ല, അവിടെ പോയിട്ട് ഖുറാൻ അറിയത്തില്ല, ഈ വലിയ മതവിമർശനം എന്ന് പറഞ്ഞിട്ട് നാണമില്ലായിരിക്കും. അതെ അതെ, എനിക്കും തോന്നി. അതല്ലേ ഞാനിപ്പോ പറഞ്ഞത്, ഞാനിപ്പോ ലണ്ടൻ മണ്ടനാണ്. ലണ്ടൻ മണ്ടൻ. ലണ്ടൻ മണ്ടൻ. മീഡിയ വണ്ണിൽ ഒരു വാർത്ത കണ്ടു, ലണ്ടനിൽ പോയി എങ്ങനെ സംവാദം ചെയ്യും. പേര് ഉപയോഗിച്ചില്ല, പേര് ഉപയോഗിക്കുന്നത് വളരെ വളരെ നന്ദിയുണ്ട്. ലണ്ടനിൽ പോയി എങ്ങനെ സംവാദം ചെയ്യിക്കാം. അതെ അതെ. അപ്പൊ എന്തായിരുന്നു ലണ്ടനിൽ പോയി എന്താണ് അവിടെ സംഭവിച്ചത് യഥാർത്ഥത്തിൽ? ലണ്ടനിൽ ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു കാലങ്ങളായിട്ട് നമ്മളെ മനസ്സിൽ ഉള്ളൊരു ആഗ്രഹമാണ് ഈ വിഷയങ്ങൾ നമ്മൾ അവതരിപ്പിക്കുമ്പോൾ അതിൽ സ്ഥിരമായിട്ട് കാണുന്നൊരു കാര്യം. ഇപ്പം ഇന്ന് ലോകത്ത് ഈ ഇസ്ലാമിക് പൊളിറ്റിക്സ് അല്ലെങ്കിൽ ഇസ്ലാമൈസേഷൻ ഓഫ് പൊളിറ്റിക്സ് അതൊരു വലിയ പ്രശ്നമാണ്. ഇന്ത്യയിൽ നമ്മൾ കാണുന്ന വിഷയമാണ്. അത് തടുക്കാൻ വേണ്ടിയിട്ടെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കൂട്ടം ഒരു വലതുപക്ഷം ശാക്തീകരണം ഇവിടെ നടക്കുന്നുണ്ട്. അത് വെസ്റ്റിൽ അത് വളരെ പ്രോമിനൻ്റ് ആയി വന്നിട്ടുണ്ട്. അത് ഹെയ്റ്റിലേക്ക് പോയിട്ടുണ്ട്. അങ്ങനെ പല രീതിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഏരിയ അല്ലെങ്കിൽ ഒരു രാജ്യമാണ് UK എന്ന് പറയുന്നത്. അപ്പോൾ UK-ൽ ഇതെന്താണ് സംഭവിക്കുന്നത്, ഇത് എന്താ, അത് കീഴ്പ്പെടുത്തിയോ കുളം തോണ്ടിയോ, അതിനി എന്താണ് അവിടെ നടക്കുന്നത്, ഇതൊക്കെ ഒന്ന് അറിയുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. അതോടൊപ്പം ഈ പറഞ്ഞ സ്പീക്കേഴ്സ് കോർണർ, അവിടെയാണ് ഇതിൻ്റെ ഒരു സ്പീക്കേഴ്സ് കോർണർ ഒരു പണ്ടേ ഒരു ഫാസിനേറ്റിംഗ് ഒരു സ്ഥലമാണ്. അതായത് അവിടുത്തെ ആ ഒരു കൾച്ചർ, ആളുകൾ ഓപ്പൺ ഡിബേറ്റ്. നമ്മുടെ നാട്ടിൽ അതില്ല, നമുക്ക് അങ്ങനെ ഒരു സ്ഥലം വേണം എന്നുള്ളതാണ്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത്രയും കാശ് മുടക്കി അവിടെ പോയി തേണ്ടല്ലോ. ഇവിടെ അതാണ് ഇവിടുത്തെ ആളുകളുടെ ആഘോഷം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് അതാണ്. ഇത്ര എളുപ്പം എന്നെ തോൽപ്പിക്കാമെങ്കിൽ എന്തുകൊണ്ട് ഇവർ ഇവിടെ എന്നെ തോൽപ്പിക്കുന്നില്ല? നിങ്ങളെ സത്യത്തിൽ തോറ്റു കൊടുത്തതാണെന്നും പറയുന്നുണ്ട്. സ്വന്തം ഗോൾ പോസ്റ്റിലേക്ക് അടിക്കുകയായിരുന്നു അവസാനം ചെയ്തതെന്നാണ് മറ്റവർ പറയുന്നത്. അതെ, അല്ല ഞാൻ നോക്കിയപ്പോ ഇവര് സ്ഥാപിച്ചു വെച്ചിരിക്കുന്നത് ഞാൻ എന്താണ് ഖുർആനിലുണ്ട്, ഖുർആൻ അങ്ങനെ പറഞ്ഞു എന്നുള്ള രീതിയിലാണ്. എന്നാൽ ഇവർ തന്നെ പറയുന്നുണ്ട് എൻ്റെ ഓഡിയോ ക്ലിയർ അല്ല എന്ന്. എന്നാൽ പിന്നെ ക്ലിയർ അല്ലാത്ത ഓഡിയോയിൽ നിന്ന് ഞാൻ എങ്ങനെ പറഞ്ഞത് എന്ന് ഇവരെങ്ങനെ മനസ്സിലാക്കി എന്നുള്ളതാണ്. വേണമെങ്കിൽ ഓഡിയോ എൻ്റെ കയ്യിലുണ്ട്, വേണമെങ്കിൽ നമുക്ക് ഇത് ഇടാം. കുറച്ച് വെയിറ്റ് ചെയ്യാണ്, സമയമാവട്ടെ, എന്നിട്ട് നമുക്ക് ഇടാം. അപ്പൊ യഥാർത്ഥ സംവാദം എന്തായിരുന്നു എന്ന് നിങ്ങൾ ഉടനെ വെളിപ്പെടുത്തും. അതെ, അല്ല നമ്മളുടെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ, ഈ വിഷയങ്ങൾ ചർച്ചയാക്കാന്നുള്ളതാണ്. അത് വിജയിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിജയമായി. അതെ, ഈ ഞാൻ പറയുമ്പോൾ ഈ ചർച്ച അവിടെ ഇങ്ങനെ ഇതൊരു ചർച്ച എന്നൊന്നും പറയാൻ പറ്റില്ല. നമ്മൾ നടുക്കൊരു ഞാനും ഒരു 3 പേരുണ്ട്. ഞങ്ങളൊരു ക്യാമറമാനും പിന്നെ നമ്മൾ കൂടെ നിന്ന ഒരു മൈക്കും പിടിച്ചെന്ന ഒരാൾ, പിന്നെ ഞങ്ങൾ 3 പേര് നിൽക്കുന്നു. ബാക്കി ഒരു 10-25 ആൾക്കാർ ചുറ്റും നിന്ന് ഒച്ചയും ബഹളമാണ്. അതിൽ ഈ ചെറിയ പിള്ളേരൊക്കെ ബാക്കിൽ നിന്നിട്ട് പച്ചത്തെറിയാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാണ് അവിടുത്തെ ഒരു സാഹചര്യം. നിങ്ങൾ കാണുമ്പോൾ അറിയുമോന്ന് അറിയില്ല. ആ ഒരു അങ്ങനത്തെ ഒരു അഗ്രസീവായിട്ടുള്ള ഒരു, അതെ. പിന്നെ ഇതേ സ്പീക്കേഴ്സ് കോർണറിൽ കത്തിക്കുത്ത് വരെ നടന്നിട്ടുണ്ട്. ഹത്തുൻ താഷ് എന്ന് പറയുന്ന ഒരു ക്രിസ്ത്യൻ ഇതുപോലെ അപ്പോളജറ്റിക് ആയിട്ടുള്ള ഒരു സ്ത്രീ, അവരെ ഇതേപോലെ ഒന്ന് കത്തിക്കുത്ത് നടത്തുക ഉത്തരം മുട്ടുമ്പോൾ ഉണ്ടാവുന്ന കാര്യങ്ങളാണ്. പിന്നെ നമ്മളൊരു വിസിറ്റിംഗ് വിസയിൽ പോയ ആളല്ലേ, അപ്പോൾ ലീഗലി എന്തെങ്കിലും വിഷയം വന്നാൽ പിന്നെ ട്രാവൽ ബാനോ അല്ലെങ്കിൽ അങ്ങനെ വല്ല വിഷയം ഉണ്ടാവുമോ, ഇങ്ങനെയൊക്കെയുള്ള പല പല കൺസേൺസ് ആണ്. ജീവൻ കൊണ്ട് രക്ഷപ്പെടണമല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ മനസ്സിലുള്ളത്. ഇതിൻ്റെ ഇടയിലാണ് ഈ സംഭവം നടക്കുന്നത്. ഓക്കെ, ഇവർ ഒച്ചയും ബഹളവും നമ്മളെന്താ ചോദിച്ചത്? വളരെ സിമ്പിളായിട്ടുള്ളൊരു ചോദ്യം നമ്മൾ ചോദിച്ചുള്ളൂ. അതായത് ഉമ്മയെ വ്യഭിചരിക്കുന്നതാണോ അതോ ഷിർക്കാണോ ഇസ്ലാമിലെ വലിയ തിന്മ? ഇതൊരു ചോദ്യം ചോദിച്ചു. അതിനാണ് ഈ സാധനം. അതിനിപ്പോഴും ഉത്തരം പറഞ്ഞിട്ടില്ല കേട്ടോ. അതാണ് അതിൽ ഏറ്റവും വലിയ തമാശ. അങ്ങനെ ചോദിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. ഇതൊക്കെ ഒരു ചോദ്യമാണ്. ഇത് നമ്മൾ ചോദിക്കണമല്ലോ. ഉസ്താദുമാർ മദ്രസയിൽ അതുപോലെ മതവേദികളിൽ പഠിപ്പിക്കുന്ന സാധനമാണ്. ഷിർക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് മുസ്ലിങ്ങളെ ഉത്ബോധിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉദാഹരണമാണിത്. നിങ്ങൾ ഉമ്മയെ വ്യഭിചരിച്ചാൽ പോലും അള്ളാഹു പുറത്തു തരും, പക്ഷെ ഷിർക്ക് ചെയ്താൽ പുറത്തു തരൂല. ഇതാണ് ഇവർ ഉപയോഗിക്കുന്ന ഉദാഹരണം. ഇത് നമ്മൾ തിരിച്ചു പറയുമ്പോൾ